ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ മനസ്സ് എന്ന സീരിയലിൻ്റെ അടുത്ത ഭാഗമാണ് നമുക്കിനി പറയേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ. അപ്പോൾ അമ്മ മനസ്സ് സീരിയലിൻ്റെ അടുത്ത ഭാഗം എന്താണെന്ന് നോക്കാം. ചന്ദ്രിക ജോലി കഴിഞ്ഞ് വരികയാണ് അവളുടെ സൈക്കിളിൽ. അപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മലരി കുറേ കളി സാധനം വെച്ചിട്ട് കളിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവളുടെ അടുത്ത് പെട്ടെന്ന് പോയി ചോദിച്ച്, ഇതെവിടെ നിന്നാണ് നിനക്ക് ഇത്രയും സാധനം കിട്ടിയതെന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, അച്ഛൻ വാങ്ങിച്ചു തന്നതാ അമ്മയെന്ന്. അച്ഛൻ വാങ്ങി തന്നതാ എന്ന് പറഞ്ഞതും മലരിനെ നല്ലൊരു അടി കൊടുത്തു ചന്ദ്രിക. അപ്പോൾ അത് മലർ താഴെ വീഴുകയും കരയുകയും ഒക്കെ ചെയ്തു. അച്ഛൻ വാങ്ങി തന്നതാ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവളുടെ സ്ഥിരകാല ബോധം പോയി. അപ്പോൾ അതിനുശേഷം പെട്ടെന്നാണ് മോള് കരയുന്നത് കേട്ടിട്ടാണ് പെട്ടെന്ന് ബോധം തിരികെ കിട്ടിയത്. അപ്പോൾ പറയാണ്, അയ്യോ എൻ്റെ മോളെ അടിച്ചോ, ഞാൻ മോളെ എണീക്ക്, അമ്മ അറിയാതെ അടിച്ചുപോയി എന്ന് പറഞ്ഞ് മോളെ എടുത്ത് പൊക്കുകയും അതിനെ തടയി കൊടുക്കുകയും താലോലിക്കുകയും ഒക്കെ ചെയ്യുന്നത് പിന്നെയാണ്. മോളോട് പറഞ്ഞിട്ടില്ലേ അയാളെ അച്ഛനെന്ന് പറയാൻ പാടില്ല എന്ന്, എന്നിട്ട് മോൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അതല്ലേ അമ്മയോട് പെട്ടെന്ന് അടിച്ചുപോയത്. അയാളോട് സംസാരിക്കരുത്, അയാൾ എന്ത് തന്നാലും വാങ്ങരുത് എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടില്ലേ മോളോട്? പിന്നെ എന്തിനാ മോൾ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയത്? അമ്മ ഞാൻ വേണ്ടാന്നാ അമ്മ പറഞ്ഞത്. അയാളെ എനിക്കിത് തന്നത്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും അയാൾ നിനക്കിതൊക്കെ തന്നോ? ശരി എന്ന് പറഞ്ഞ് അവൾ ആ കളിപ്പാട്ടങ്ങൾ മൊത്തം എടുത്ത് അയാളുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അയാൾ കാറിൽ കിടന്ന് നല്ല മ്യൂസിക്കൊക്കെ വെച്ചിട്ട് കേൾക്കുകയായിരുന്നു. അപ്പോൾ അവളെന്ത് പണിയെടുത്ത് ആ കളിപ്പാട്ടങ്ങൾ മൊത്തം കാറിൽ കിടക്കുന്ന അയാളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുത്തു. ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ എൻ്റെ മോൾക്ക് വാങ്ങിക്കൊടുക്കുന്നത്? അവൾ നിങ്ങളോട് വന്ന് ചോദിച്ചോ? ഇനി ഇതുപോലെ ആവർത്തിച്ചാൽ നോക്കിക്കോ. ഏയ് നിന്നെ ഞാൻ. എന്താ നിൻ്റെ പ്രശ്നം? അവൾ എൻ്റെ മോളാ. അവൾക്ക് എന്തൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് എനിക്കറിയാം. അതിനൊക്കെ നിന്നോട് അനുവാദം ചോദിക്കേണ്ട കാര്യം എനിക്കില്ല. ഇതാ നോക്ക്, നിങ്ങൾ ഒരുപാട് ഓവറാവുന്നുണ്ട്. എല്ലാം ഇതോടെ നിർത്തിക്കൊള്ളണം. ജോലിക്ക് വന്നവൻ ജോലിയും കഴിഞ്ഞ് തിരിച്ചു പോകണം. അതല്ലാതെ എൻ്റെ മോൾക്ക് വല്ലതും വാങ്ങിക്കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. നിങ്ങളിനി എന്ത് വാങ്ങിക്കൊടുത്താലും അവളിനി അത് വാങ്ങില്ല. അവളിനി നിങ്ങളുടെ അടുത്ത് വരികയുമില്ല. നോക്കാം, നിങ്ങൾ എന്ത് വാങ്ങിക്കൊടുത്താലും അവൾ വാങ്ങില്ല. നിന്റെ ഈ വീരവാദം എത്ര നാളുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. ഇന്നല്ലെങ്കിൽ നാളെ നീ എൻ്റെ കാലിൽ വീണ് കരയുന്ന സമയം വരും. ഞാൻ മരിച്ച് മണ്ണടിയും എന്നല്ലാതെ ഞാൻ ഒരു സഹായം ചോദിച്ച് ഞാനും എൻ്റെ മോളും നിങ്ങളുടെ മുന്നിൽ വരില്ല. ഈ മോള് എന്ന് നീ കൂടെ പറയുന്നുണ്ടല്ലോ, ആ മോളെ എങ്ങനെ നിന്നിൽ നിന്നും അകറ്റുമെന്ന് നീ കണ്ടോ? പുളിക്കും എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു. മലരിത ഒരു മൂലയിലിരുന്ന് കരയുകയാണ്. അപ്പോഴാണ് ഫോൺ ചെയ്ത് വരുന്ന സിദ്ധു മലരിനെ ശ്രദ്ധിച്ചത്. മലർ, എന്താടാ, എന്തിനാ മോള് കരയുന്നത്? എന്താ കാര്യം പറഞ്ഞോ എന്ന് പറഞ്ഞ് സിദ്ധു മലരിൻ്റെ മുഖമൊക്കെ തുളച്ചു കൊടുക്കുകയാണ്. കരയാതിരിക്കും മോളെ, എന്താ കാര്യം എന്ന് നീ അങ്കിളിനോട് പറയില്ലേ? എന്താ കാര്യം എന്ന് പറയും. അമ്മ എന്നെ അടിച്ചു സിദ്ധുവോ? അമ്മ അടിച്ചെന്നോ? എന്തിനാ മോളെ അമ്മ അടിച്ചത്? അത് പറഞ്ഞപ്പോൾ അവൾ എല്ലാം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ സിദ്ധുവിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോഴാണ് മലർ എന്ന് വിളിച്ച് നമ്മളെ ചന്ദ്രിക അവിടേക്ക് വന്നത്. ഇവിടെ ഇരിക്കുവാണോടാ, വന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോഴാണ് സിദ്ധു വിളിച്ചത്. ചന്ദ്രികയെ, എന്തിനാ മലരിനെ അടിച്ചത്? ഇതുവരെ നീ മലരിനെ വഴക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ കൈനീട്ടി അടിക്കുന്നിടത്തും വരെ എത്തി. അറിയാതെ ദേഷ്യത്തിൽ ചെയ്തതാ. അയാൾ ഞങ്ങളെ സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല. മലരിനെ നീ അടിക്കാൻ മാത്രം മഹേഷ് എന്താ ചെയ്തത്? എൻ്റെ മോളോട് സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അയാളുടെ ഇഷ്ടത്തിന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. മോളുടെ മനസ്സ് മാറ്റാൻ നോക്കുക അയാൾ. ഇവള് ചെറിയ കുട്ടിയല്ലേ, ഒരു ദിവസം വേണ്ട എന്ന് പറയും, മറ്റൊരു ദിവസം അത് വാങ്ങിക്കാം എന്നും കരുതും. മഹേഷിൻ്റെ ഉദ്ദേശം തന്നെ എന്നെയും എൻ്റെ മോളെയും പിരിയിക്കാം എന്നാണ്. ചന്ദ്രികെ, മഹേഷ് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നും ആരാ ഇതിൻ്റെ പിന്നിൽ ഉള്ളതെന്നും എല്ലാം എനിക്കറിയാം. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇതിനെല്ലാം അധികം വൈകാതെ ഞാനൊരു സൊല്യൂഷൻ കണ്ടെത്തും. മഹേഷ് ഈ വീട്ടിൽ നിന്നും പോയില്ലെങ്കിൽ ഞാനും മലരും ഈ വീട്ടിൽ നിന്നും പോകും സാർ. എന്താ? ഓരോ ദിവസം അയാൾ ഇങ്ങനെ ചെയ്യുന്നതനുസരിച്ച് നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതും പറഞ്ഞ് ചന്ദ്രിക മലരിനെയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോയി. സിദ്ധു അത് കണ്ട് നോക്കി നിൽക്കുകയാണ്, ഒന്നും പറയാനാവാതെ വിഷമത്തോടെ. പിന്നെ കാണിക്കുന്നത് മലരും നമ്മളെ പ്രിയയും ചേർന്ന് കണ്ണുപൊത്തി കളിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും കൂടി കണ്ണുപൊത്തി കളിക്കുന്നതിനിടയിൽ മഹേഷ് വരികയാണ്. മഹേഷ് വന്നിട്ട് പറയുകയാണ്, ഞാനും കൂടെ കളിച്ചോട്ടെ നിങ്ങളുടെ കൂടെ. പ്രിയ പറയുകയാണ്, മഹേഷ് അങ്കിളിനെ കൂടെ നമ്മളെ കൂടെ കളിപ്പിച്ചാലോ? വേണ്ട, നമ്മൾ മാത്രം കളിച്ചാൽ മതി.
അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, എന്താ മോളെ, ഞാൻ കളിക്കുന്നത് ഇഷ്ടമല്ല പ്രിയ, ഒന്ന് മോളോട് അച്ഛ എന്ന് വിളിക്കാൻ പറയുമോ? അവൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ പറ. എല്ലാ കുട്ടികളും അവരുടെ അച്ഛനോടല്ലേ ചോദിക്കാറ്. എന്താ മോളെ നീ മാത്രം എന്നോടൊന്നും ചോദിക്കാത്തത്? എൻ്റെ അമ്മ നിങ്ങളോടൊന്നും സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മേലാൽ എന്നോടൊന്നും സംസാരിക്കാൻ വരരുത്. ഏയ് മോളെ, എവിടെ പോവാ എന്ന് പറഞ്ഞ അയാൾ മലരിൻ്റെ കൈ പിടിച്ചെടുത്തുനിന്ന് വിടുന്നില്ല. നോക്ക്, ഞാനും നിൻ്റെ അമ്മയുമായിട്ടാണ് പിണക്കം. നിന്നോട് ഞാൻ ഒരു പിണക്കവുമില്ലല്ലോ. ഞാൻ നിൻ്റെ അച്ഛനല്ലേ മോളെ. ഇതേ നോക്ക്, മോൾ എന്നോട് സംസാരിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അയാൾ കൈ ഒന്നുകൂടി മുറുക്കുകയാണ്. അപ്പോൾ കുട്ടി കരയുകയാണ്. എന്നെ വിട് എന്ന് പറഞ്ഞിട്ട്, എന്നെ വിട്, എനിക്ക് വീട്ടിൽ പോകണം. വിടാനല്ല ഞാൻ പറഞ്ഞത്. ദേ നോക്ക് മോളെ, എന്നെ വിടാനല്ല ഞാൻ പറഞ്ഞത്. മോളെ, ഞാൻ പറയുന്നത് കേൾക്കും മോളെ. അപ്പോഴാണ് സിദ്ധു അങ്ങോട്ടേക്ക് വന്നത്. സിദ്ധു ശ്രദ്ധിക്കുകയാണ് എന്താ പ്രശ്നം എന്ന്. സിദ്ധു വന്നിട്ട് പറഞ്ഞു, മഹേഷ്, കുഞ്ഞിൻ്റെ കൈവിട്. അപ്പോൾ അവൻ കൈവിട്ടു. എന്നിട്ട് സിദ്ധു പറയാണ്, ഏയ് മലർ, പ്രിയ, രണ്ടുപേരും അകത്ത് പോയി കളിക്ക്. എന്തിനാ മഹേഷ് ഇങ്ങനെ കൊച്ചുകുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? സാർ, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ വെറുതെ സംസാരിക്കുമായിരുന്നു. നീ സംസാരിച്ചത് ഇഷ്ടപ്പെടായിട്ടാണോ മലർ ഇങ്ങനെ കരഞ്ഞത്? എന്തിനാ മഹേഷ് ആവശ്യമില്ലാതെ വീണ്ടും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? മഹേഷ്, ഇനി മേലാൽ നീ മലരിനോട് സംസാരിക്കുന്നത് കണ്ടാൽ ഞാൻ തന്നെ നിന്നെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടും. എന്താ സാർ ഇത്? ഞാൻ എൻ്റെ മോളോട് സംസാരിച്ചാൽ എന്നെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടുമെന്നോ? ഇതെന്ത് ന്യായ? ദേ നോക്ക്, നീ ആരാണ്, എന്താണ്, എങ്ങനെയാണ്, എന്താ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നിൻ്റെ പുറകിൽ ആരാണ് ഉള്ളത് എന്നും എനിക്കറിയാം. നീ വിചാരിക്കുന്ന ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. സാർ, എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല. മലരിൻ്റെ ആരാ നിങ്ങൾ? സാർ, നിങ്ങളോടാ ചോദിക്കുന്നത്. മലരിൻ്റെ ആരാ നിങ്ങളെന്ന്. സിദ്ധുവിന് ഉത്തരം മുട്ടി. സിദ്ധുവിനൊന്നും പറയാൻ വേണ്ടി വാക്കുകളില്ല. ഞാൻ എൻ്റെ മോളോടാണ് സംസാരിക്കുന്നത്. അവളോട് സംസാരിക്കരുത് എന്ന് പറയാൻ നിങ്ങളാരാ? മഹേഷ്, ഞാനത് നിന്നോട് പറയേണ്ട കാര്യമില്ല. നീ മലരിനോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ സംസാരിക്കരുത്, അത്ര തന്നെ. നിന്നെ ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അയാളിൽ നിന്നും അകന്നു പോകണം. അല്ലാതെ അവരെ ചെന്നിട്ട് വീണ്ടും ഇങ്ങനെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? നീയാണെങ്കിൽ ചന്ദ്രികയുടെ കയ്യിൽ നിന്നും ഡിവോഴ്സ് നോട്ടീസ് ഒപ്പിട്ട് വാങ്ങിയതല്ലേ. നീ അതും പറഞ്ഞ് അവളെ ഒഴിവാക്കി നാട് വിട്ടു പോവുകയും ചെയ്തു. ഇപ്പോൾ മകളുടെ പേരും പറഞ്ഞ് വീണ്ടും ബന്ധം പുതുക്കാൻ നോക്കണോ? സാർ, ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ടാൽ മാത്രം മതിയോ സാർ? കോടതി ഡിവോഴ്സ് തരണ്ടേ? ഞാനിതുവരെ ആ ഒപ്പിട്ട പേപ്പർ കോടതിയിൽ കൊടുത്തിട്ടില്ല. നിയമപ്രകാരം നോക്കിയാൽ ഞാനും ചന്ദ്രികയും ഇതുവരെ പിരിഞ്ഞിട്ടില്ല സാർ. സാറിന് കുറച്ചും കൂടി തിരിയുന്ന രീതിയിൽ മനസ്സിലാക്കി തരാം. ഇപ്പോഴും ഞാനും ചന്ദ്രികയും ഭാര്യയും ഭർത്താവും തന്നെയാണ്. മലർ എൻ്റെ മോളും. ഇപ്പം മനസ്സിലായോ സാർ? എൻ്റെ മോളോട് ഞാൻ സംസാരിക്കരുത് എന്ന് പറയാൻ ചന്ദ്രികയ്ക്ക് പോലും അവകാശമില്ല. സാർ, നിങ്ങൾ ഈ വീട്ടിലെ ആരോ ആയിക്കോട്ടെ, പക്ഷേ ഞാനിപ്പോൾ മേഘാ മേഡത്തിൻ്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. മേഘാ മേഡം പറയുന്നത് മാത്രമേ ഞാൻ അനുസരിക്കേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളെ ചന്ദ്രിക ക്ഷേത്രത്തിൽ പോയിട്ടാണുള്ളത്. അപ്പോൾ ആരുടെ പേരിലാണ് അർച്ചന കഴിപ്പിക്കുന്നത് എന്ന് പൂജാരി ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുകയാണ്, മലർ മകം നക്ഷത്രം എന്ന് പറയുകയാണ്. അവൾ പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര, എനിക്ക് നല്ലൊരു ഇടം നൽകിയെന്നാണ് ഞാൻ ആശ്വസിച്ചത്. പക്ഷേ ആ സ്ഥലത്ത് എന്തിനാണ് മഹേഷിനെ പറഞ്ഞയച്ചത്? ഞാനും എൻ്റെ കുഞ്ഞും സമാധാനമായിട്ട് ജീവിക്കുന്നത് ഇഷ്ടമല്ലേ? മഹേഷ് എന്നെയും എൻ്റെ കുഞ്ഞിനെയും പിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ്. അവളെ എന്നിൽ നിന്നും പിരിച്ചാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരുന്നിട്ട് എന്താ കാര്യം? അപ്പോഴേക്കും സിദ്ധുവും അവിടെ എത്തി. ചന്ദ്രികെ, മഹേഷ് എന്നോടൊരു കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഞാനൊരു വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ്. എന്താ സാർ പറഞ്ഞത്? അത് അവൻ ചന്ദ്രികയോട് ഡിവോഴ്സ് നോട്ടീസ് ഒപ്പിട്ട് വാങ്ങിയിട്ട് കോടതിയിൽ കൊടുത്തിട്ടില്ല എന്നാണ്. അതുകൊണ്ട് നിയമപരമായിട്ട് ഞങ്ങൾ ഇതുവരെ പിരിഞ്ഞിട്ടില്ല. ഞാനാണ് ചന്ദ്രികയുടെ ഭർത്താവ് എന്നാണ് അവൻ പറയുന്നത്. ആ മൃഗത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം സാർ. എങ്കിൽ അവൻ അല്പമായിട്ട് എന്നെയും മലരിനെയും കൊന്നുകളയും സാർ. ഏയ് ചന്ദ്രിക, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നീ ആദ്യം തന്നെ അവൻ്റെ അടുത്ത് നിന്ന് നിയമപരമായി ഡിവോഴ്സ് നോട്ടീസ് വാങ്ങ്. എങ്കിലേ അവൻ നിൻ്റെ ജീവിതത്തിൽ വരാതിരിക്കൂ. ചന്ദ്രികെ, ഇതാ എൻ്റെ ലോയറിനോട് പറഞ്ഞിട്ട് ഞാൻ ഡിവോഴ്സ് പത്രം വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നീ അവൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒപ്പിടിച്ചിട്ട് വാങ്ങിച്ചു വാ. അത് കഴിഞ്ഞാൽ കോടതിയിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളുടെ ഡിവോഴ്സ് ഈസി ആയിട്ട് വാങ്ങിക്കാം. ആ നോട്ടീസ് സിദ്ധു ചന്ദ്രികയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറയാണ്, ചന്ദ്രിക, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഒരു കാരണവശാലും മലരിനെ നിന്നിൽ നിന്നും പിരിയിക്കാൻ അയാൾക്ക് സാധിക്കില്ല. ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് അവൾ നേരെ ഈ നോട്ടീസ് കടലാസും കൊണ്ടുപോയത് നേരെ
മഹേഷിൻ്റെ അടുത്തേക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ മേഘ പോയത് അവളുടെ സ്വന്തം അച്ഛൻ്റെ അടുത്താണ്. സ്വന്തം അച്ഛൻ വിളിച്ചിട്ട് അവിടേക്കാണ് പോയിട്ടുള്ളത് മേഘ. വാ മേഘ, ഇരിക്ക്. പ്രിയ സുഖമായിട്ടിരിക്കുന്നോ? നീ പ്രിയയെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് കരുതി ഞാൻ അവൾക്ക് വേണ്ടി ഒരു പാവയെ വാങ്ങിക്കൊണ്ട് വന്നു. കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു, പക്ഷേ അച്ഛൻ ആരായിരിക്കുമെന്ന് അവൾ അറിയാത്തത് നല്ലത്. അല്ലെങ്കിൽ പിന്നീട് അവൾ സിദ്ധുവിനോട് എന്തെങ്കിലുമൊക്കെ പറയും. അവനാവശ്യമില്ലാത്ത ഓരോരോ സംശയങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് അവളെ ഞാൻ അച്ഛനെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവരാഞ്ഞത്. നീ പറഞ്ഞത് ശരിയാ മോളെ. അവൾ എന്തൊക്കെയായാലും എൻ്റെ പേരക്കുട്ടിയല്ലേ. എനിക്ക് എൻ്റെ പേരക്കുട്ടിയുടെ കൂടെ സമയം ചെലവഴിക്കാൻ ആഗ്രഹം കാണുമല്ലോ. മനസ്സിലായി അച്ഛാ. വേറൊരു ദിവസം ഞാൻ പ്രിയയെ കൂട്ടിക്കൊണ്ടുവരാം. അതൊന്നും സാരില്ല മോളെ. ഞാൻ ദൂരത്തിരുന്ന് എൻ്റെ പേരക്കുട്ടിയെ കണ്ട് സന്തോഷിച്ചോളാം. മോളെ, നീ ഈ പാവക്കുട്ടിയെ പ്രിയയ്ക്ക് കൊടുത്തേക്കോ. പിന്നെ മോളെ, മഹേഷ് വീട്ടിൽ വന്നതിന് ശേഷം എന്തൊക്കെയുണ്ട് പ്രശ്നം? ചന്ദ്രികയുടെ കാര്യം. അവൾ വല്ലാതെ ഭയന്നിട്ടുണ്ട് അച്ഛാ. മുമ്പൊക്കെ അവൾക്ക് വലിയ ധൈര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മഹേഷിനെ കണ്ടതിന് ശേഷം വല്ലാതെ ഭയന്ന് പോയിരിക്കുക. അവൻ മലരിനോട് ഇഷ്ടപ്പെടുന്നതും കൂടുന്നതും ഒന്നും ചന്ദ്രികയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ ചന്ദ്രികയോട് വീണ്ടും ഇടപഴകുന്നതൊന്നും സിദ്ധുവിനും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവനും വല്ലാത്ത ടെൻഷനിലാണ് ഉള്ളത്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അച്ഛാ. മഹേഷിനെ ഉപയോഗിച്ച് ചന്ദ്രികയെ വീട്ടിൽ നിന്നും ഓടിക്കണം. ദൈവമായിട്ടാണ് മഹേഷിനെ നമ്മളുടെ അടുത്ത് എത്തിച്ചത്. അവനില്ലെങ്കിൽ ഈ പ്ലാൻ വർക്കൗട്ട് ആവില്ല. അതൊക്കെ ശരിയാണ് മോളെ. പക്ഷേ ഈ മഹേഷ് അവന് ആളത്ര ശരിയല്ല. അവനെ നീ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അതെന്താ അച്ഛാ? അവൻ കാരണം നമ്മൾക്ക് എന്ത് പ്രശ്നം വരാനാ? അതല്ല മോളെ, പ്രശ്നം വരാതിരിക്കാനാണ് പറയുന്നത്. അതെങ്ങനെ പ്രശ്നം വരും? അത് മോളെ, ആ മഹേഷ് ലോകം കണ്ട ഫ്രോഡാ. ആ മഹേഷ് ചന്ദ്രികയാണ് ശരിക്കുമുള്ള അവകാശിയെന്ന് അറിഞ്ഞാൽ അവൻ ചന്ദ്രികയുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കും. ചന്ദ്രികയുടെ കൂടെ ജീവിക്കാൻ അയാൾ ആഗ്രഹിക്കും. ഈ സ്വത്തുക്കൾക്കൊക്കെ അവകാശി ചന്ദ്രികയാണെന്നും അയാൾ അറിയും. ഇതൊക്കെ അറിഞ്ഞാൽ അയാൾ അവിടെ തന്നെ സെറ്റിലാവും. ചന്ദ്രികയെ പേടിപ്പിക്കാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ പിന്നീട് മഹേഷ് ഇക്കാര്യം അറിഞ്ഞാൽ എല്ലാം തലകീഴായി മറിയും. അച്ഛൻ പറഞ്ഞത് ശരിയാ. മഹേഷ് അങ്ങനെ ചെയ്യുന്ന ആളാ. ചന്ദ്രികയാണ് അവകാശി എന്നറിഞ്ഞാൽ അയാൾ ഉറപ്പായും ചന്ദ്രികയുടെ കൂടെയാണ് ജീവിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പുറത്ത് അറിയുന്നതിന് മുമ്പായിട്ട് ചന്ദ്രികയെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നേടിയെടുക്കണം. അതേ മോളെ, ഇനി മുതൽ നീ വളരെയധികം ശ്രദ്ധിക്കണം. ശരി അച്ഛാ. അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. അപ്പോൾ മറുതലയ്ക്ക് നിന്നും അവളുടെ മറ്റേ അച്ഛൻ വിളിക്കുകയാണ്. മഹേന്ദ്രൻ അച്ഛൻ വിളിക്കുക. ഞാൻ പോകുന്നു അച്ഛാ. ശരി മോളെ, ശ്രദ്ധിച്ച് ഫോണെടുത്ത് സംസാരിക്കേ. ഹലോ അച്ഛാ, ദേ വീട്ടിലേക്ക് വരികയാ അച്ഛാ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക മഹേഷിൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ ചന്ദ്രികയോട് മഹേഷ് പറയുകയാണ്, എന്താ ചന്ദ്രികയെ ഒരുപാട് സ്നേഹമുള്ളതുപോലെ നോക്കുന്നു. ദേ നോക്ക്, എപ്പം നീ ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ താലിച്ചരട് പൊട്ടിച്ചോ, എപ്പം നീ വിവാഹമോചനത്തിന് വേണ്ടിയുള്ള കടലാസ് ഒപ്പിട്ട് വാങ്ങിച്ചോ, അന്നു മുതൽ ഞാനും നീയും തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. പക്ഷേ നീ ഈ വീട്ടിലുള്ള എല്ലാവരോടും പിന്നെയും നിയമപരമായി ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞു നടക്കുന്നു. ഇനി ഒരു തവണ കൂടി നിങ്ങളുടെ വായിൽ നിന്നും അങ്ങനെ ഒരു വാക്ക് വീഴാൻ പാടില്ല. മര്യാദയ്ക്ക് ഇപ്പം തന്നെ ഈ വിവാഹമോചന പേപ്പറിൽ ഒപ്പിട്ടുക. ഞാൻ തന്നെ കോടതിയിൽ പോയി ബാക്കി ചെയ്തോളാം. എന്താ ചന്ദ്രികയെ, ഞാൻ നിന്നോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നീ പറയുന്നപ്പോൾ വിവാഹമോചന പേപ്പറിൽ ഒപ്പിട്ട് തരാൻ. ശരി, ഒപ്പിട്ട് തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. നിങ്ങൾ ഒരുപാട് പരിധി ലംഘിച്ചു പോവുക. ഒപ്പിട്ട് തന്നേ. നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം എന്നോ അവസാനിച്ചു കഴിഞ്ഞതാണ്. ഇനി ഞാനും എൻ്റെ കുഞ്ഞും സ്വന്താണെന്ന് പറഞ്ഞ് നടക്കുന്നത് തന്നെ വലിയ തെറ്റാ. ശരി, ഒരൊപ്പല്ലേ, ഇപ്പോൾ ഇട്ടേക്കാം എന്നും പറഞ്ഞ് അയാൾ എന്ത് പണിയെടുത്ത് ആ പേപ്പർ കഷ്ണം ആക്കിയിട്ട് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.